ഈ ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പെൻഷനർമാർക്ക് 14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. ഇവനെ പുകഴ്ത്താൻ എന്റെ തൂലിക ചലിപ്പിച്ചതിൽ ഞാനിപ്പോൾ ലജ്ജിക്കുന്നു. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ ഈ പൈസ? ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഒരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വെക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല, പത്രക്കാരന്റെ കാശ് കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ് എന്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. കാര്യം മനസ്സിലായില്ല? ഇതാണ് സാമ്പത്തിക അവസ്ഥ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ.